ഇന്ദിരയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്ന കാലം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് ഭരിക്കുന്നവർക്ക് വെല്ലുവിളി നേരിടുന്നത് വരെ മാത്രമെന്ന് രാജ്യം പഠിച്ച കാലം. രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഒരൊറ്റ ഓർഡിനൻസിൽ ഇല്ലാതാവുന്നതേയുള്ളൂ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെന്ന് അനുഭവിച്ചറിഞ്ഞ കാലം. ഇന്ത്യ എന്ന രാജ്യവും ഇന്ത്യ എന്ന ആശയവും ഇന്ദിര എന്ന സ്വേച്ഛാധിപതി റദ്ദാക്കിക്കളഞ്ഞ കാലം. പൗരാവകാശങ്ങൾ ഇന്ദിരയുടെ അടുക്കളയിലെ അടുപ്പിലെരിഞ്ഞ കാലം. മാധ്യമ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഫ്രീസറിൽ മരവിച്ചു കിടന്ന കാലം. പത്രസ്ഥാപനങ്ങളുടെ ഓഫീസുകളിൽ ഇന്ദിരയുടെ അടിമകൾ കത്രികയുമായി കാത്തിരുന്ന കാലം. ക്യാമ്പസുകളിൽ ഇന്ദിരയുടെ അനുയായികൾ അഴിഞ്ഞാടിയ കാലം. മനുഷ്യാന്തസ് ഇന്ദിരയുടെ ഇളയപുത്രൻ സഞ്ജയ് ഗാന്ധിയും സുഹൃത്തുക്കളും ചേർന്ന് ചവിട്ടി അരച്ച കാലം. ഇടിച്ചു നിരത്തപ്പെട്ട ചേരികളിൽ നിന്ന് മനുഷ്യർ പ്രാണനും കയ്യിലെടുത്തോടിയ കാലം. അല്ലാത്തവരെ ഇന്ദിരാ ഭക്തരും പോലീസും പട്ടാളവും അറപ്പില്ലാതെ വെടിവെച്ചു കൊന്ന കാലം. ഈശ്വരവാര്യർമാർ മക്കളെ തിരഞ്ഞ് തെരുവായ തെരുവൊക്കെ അലഞ്ഞു നടന്ന കാലം. അവരുടെ മക്കളെ അസംഖ്യം രഹസ്യ കേന്ദ്രങ്ങളിൽ ഉരുട്ടിക്കൊന്ന കാലം. കൊല്ലപ്പെട്ടവരെ തെളിവവശേഷിപ്പിക്കാതെ ചുട്ടരിച്ച കാലം. അടിമത്തത്തെ എത്ര മനോഹരമായ അച്ചടക്കമെന്ന് സ്തുതിപാഠകർ പുകഴ്ത്തിപ്പാടിയ കാലം. എതിർത്തവരൊക്കെ രാജ്യദ്രോഹികളായ കാലം. ആ കാലത്തെയും ഇന്ത്യ അതിജീവിച്ചുവെന്ന് ഓർമ്മിക്കാനുള്ളതാണ് ഈ കാലം.